ലാഭമായല്ലോ. വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ പിതാവ് ആരാണ്? മഹാബലിക്ക് അറിയോ? യുവർ റിയൽ നെയിം? പുള്ളിക്കന്നെ അറിയില്ല. കലാബലം കൊണ്ട് കലാബോധമില്ല. മഹാബലിപുരം എന്ന എക്സ്ക്യൂസ് മീ, ആങ്കർ ഇവിടെ ഉണ്ട്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. എല്ലാവർക്കും നമസ്കാരം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ഓണമേള 2024 സപ്പോർട്ടഡ് ബൈ ഹാവിയോര. മൈൽ സ്റ്റോൺസിന്റെ 8 അവതാരകർ 2 ടീമുകളായി തിരിഞ്ഞ് നടത്തുന്ന ഓണ പോരാട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റെഡി അല്ലേ? അതിനു മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ. ആദ്യമായിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ചൊരു വേദിയിൽ വന്ന് നിൽക്കുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനു മുൻപ് പലരെയും റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, നമ്മുടെ കെന്നാനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കെന്നാനെ നിങ്ങളെല്ലാവർക്കും അറിയാം, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ നിങ്ങളാണ് മൈൽ സ്റ്റോൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഞാനിവിടെ അതിഥിയാണ്. മാവേലി മാത്രമേ ഉള്ളൂ എനിക്കിന്ന് കൂട്ടായിട്ട്. ആരും എന്നെ കൊല്ലരുത്. ഓക്കെ, പോവാം. തുടങ്ങിയാണ് ഓണ പോരാട്ടം. 2 ടീമുകളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളെ അറിയിച്ച പോലെ അപ്പൊ നമ്മള് 2 ടീമായിട്ട് തിരിഞ്ഞിരുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് 2 ടീമിനും പേര് കൂടെ നമ്മൾ തരാൻ പോവാണ്. ഓക്കെ, റെഡി അല്ലേ? പേര് അനൗൺസ് ചെയ്യുമ്പോ നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഒരു റെസ്പോൺസും കൂടെ തരണം. ഓക്കെ, സെറമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് പറയൂ. തെക്കേക്കര ഓൺ ലെഫ്റ്റ്, വടക്കേക്കര ഓൺ റൈറ്റ്. നമ്മൾ ഓണത്തല്ലിന്റെ സമയമായിട്ടില്ല. ഓണത്തല്ല് അവസാനമാണ്. നമ്മൾ ആദ്യമേ തന്നെ ഓണ പോരാട്ടമാണ്. അപ്പൊ ആ ഒരു സെഗ്മെന്റിന് വേണ്ടിയിട്ടുള്ള ലോട്ട് നമ്മുടെ മാവേലിയുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ എവിടെ തൊട്ട് തുടങ്ങണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ തെക്കേക്കരക്ക് കൊടുക്കാണ്. തെക്കേക്കര ഇപ്പൊ ആരും അത് തുറന്ന് നോക്കരുത്. ഇപ്പൊ ആരും തുറക്കരുത്. ഞാൻ പറയുമ്പോഴാണ് എല്ലാരും തുറക്കാൻ പാടുന്നത്. ഓക്കെ, റെഡി അല്ലേ? ആരും ഇപ്പൊ തുറക്കരുത്. ആരും ഓപ്പൺ ചെയ്ത്. ഓക്കെ, മാവേലി കൊടുത്തു കഴിഞ്ഞില്ലേ? അപ്പൊ മാവേലിക്ക് ഇവരെ കാണുമ്പോഴേക്കും ഒരു തോന്നലുണ്ടല്ലോ അല്ലെ? എന്തൊക്കെയാണ് പിന്നെ പറയാം. ശരി, അപ്പൊ മെഹർ ലോട്ട് വായിക്കാൻ പോവാണ്. ഓക്കെ, എന്റെ പേര് വേറെയാ, പക്ഷെ നിങ്ങൾ എന്നെ നന്ദൂട്ട എന്ന് തന്നെ വിളിക്കണം. ഇവനല്ലാണ്ട് പെട്ടെന്ന് പറയണം, ടൈമില്ല. നന്ദൂട്ടാന്നാണോ പേര്? അത് നമ്മൾ ജയിച്ചു. അല്ല, അത് ഞങ്ങളെ ജയിച്ചു. ആൻസർ ഈസ് കറക്റ്റ്. Come on. ഓണം സ്പെഷ്യൽ പ്രപ്പോസൽ സെഗ്മെന്റ് ആണ്. ബിൽറ്റേ നമുക്ക് വിളിക്കാം അല്ലെ? കാരണം കോസ്റ്റ്യൂം ഒക്കെ ഏകദേശം അപ്പൊ ബിൽറ്റയും ശിവജിത്തും കൂടെ കൂടിയിട്ടുള്ള പ്രപ്പോസൽ ഓണം സ്പെഷ്യൽ പ്രപ്പോസൽ സീനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കയ്യടി കൊടുത്ത് പാസ്സാക്കുന്നത്. മാവേലിനെ കാണാൻ പറ്റുന്നുണ്ട്.
മാവേലി സൈഡിലേക്ക് വരും. അവനത് ആലോചിക്കണേ. അപ്പൊ ശിവജിത്തും ബിൽച്ചയും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവരുടെ പ്രപ്പോസൽ ടാസ്കിലേക്ക് എവർക്കും സ്വാഗതം. റെഡി? ഹലോ. ഹായ് ബിൽറ്റ. സുഖമായിട്ടൊക്കെ ഇരിക്കണോ? ഞാൻ വന്നപ്പോ തൊട്ട് ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞാൽ മോശം വിചാരിക്കരുത്. ബിൽറ്റനെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്. ഒന്ന് കൈയടിക്ക് ഗൈസ്. ആക്ച്വലി എനിക്ക് മെയിനായിട്ട് ബിൽറ്റയുടെ ഒരു അട്രാക്ഷൻ തോന്നിയതിന്റെ മെയിൻ റീസൺ ബിൽറ്റയുടെ 2 കണ്ണുകൾ കൊണ്ടുള്ള ഒരു നോട്ടമുണ്ടല്ലോ. ആ ഒരു നോട്ടം സത്യം പറഞ്ഞാൽ നെഞ്ചാൽ നമ്മൾ ഈ കത്തിനോട് ഇവൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അതെ അതെ, അവസരം മുതലാക്കിയാണ് സജി. നമ്മള് 2024 ഓണമാണ് നമ്മളിപ്പോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അഡ്വാൻസ് ഹാപ്പി ഓണം. പിന്നെ നമ്മൾ ഒരുപാട് വർഷം ഇനി മുന്നോട്ട് ഓണമൊക്കെ ആഘോഷിക്കാനുള്ളതാണല്ലേ. ചെറുതായിട്ട് നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ അതെ. അപ്പൊ നമുക്ക് ഇനി ഒരുപാട് വർഷം ഓണം ഒരുമിച്ച് ആഘോഷിക്കണമെന്നുണ്ട് എനിക്ക് ബിൽറ്റയുടെ കൂടെ. ഞാനപ്പോ പറഞ്ഞോട്ടെ? ഇതിപ്പോ പറഞ്ഞില്ലേ? ലവ് യു ബിൽറ്റ. പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് വിടാം നമുക്ക്. എനിക്ക് നല്ല പ്രപ്പോസൽ ആയിരുന്നു. എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പ്രപ്പോസൽ ആയിരുന്നു. പക്ഷെ നിനക്ക് എന്നെക്കാളും നല്ല കുട്ടീനെ കിട്ടില്ല. എനിക്കറിയായിരുന്നു. ഇനി കുട്ടികളൊക്കെ വരുമല്ലോ, അപ്പൊ നമുക്ക് വേറെ അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. പോവുകയാണ് ഓണം കിസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കിസ് ആണ്. ഇഷ്ടപ്പെടുന്ന ഓക്കെ, ഒരു ക്യൂസ് കോമ്പറ്റീഷൻ ആണ്, ഓണം ക്യൂസ് കോമ്പറ്റീഷൻ ആണ്. റെഡി അല്ലേ? റെഡി? ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്, അപ്പൊ എല്ലാം റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഓണം ക്യൂസ് കോമ്പറ്റീഷനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പൊ ആൻസർ അറിയുന്നവർ ആദ്യം വിസിലടിക്കണം. വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഉത്തരം വളരെ സ്പെസിഫിക് ആയിട്ട് വേണം പറയാനായിട്ട്. കറക്റ്റ് ആൻസർ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോ യെസ്, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ മഹാബലിയുടെ തീരുമാനമായിരിക്കും അന്തിമ തീരുമാനം എന്നുകൂടെ അറിയിക്കുകയാണ്. ഇനി ആങ്കർക്ക് തീരുമാനം എടുക്കേണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ മാവേലിയോട് ചോദിക്കുന്നതായിരിക്കും. മാവേലി ആയിരിക്കും തീരുമാനം എടുക്കാം. ഓക്കെ അല്ലേ? ഓൾ ക്ലിയർ? ഓക്കെ, യെസ്. അപ്പൊ വാമനപുരം എന്ന സ്ഥലം എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, തിരുവനന്തപുരം ജില്ലയിൽ. ഒരു കൈയ്യടി കൊടുത്തേക്കാൾ. അപ്പൊ ഒരു പോയിന്റ് നമ്മുടെ തെക്കേക്കരയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ 5-3. ഓക്കെ, അപ്പൊ മാവേലി 5-3. നമ്മുടെ മാർക്ക് ഓർത്തുവെക്കുന്ന മാവേലിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓണം ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം സൗമ്യ ചേച്ചി. അടുത്ത ചോദ്യം മഹാബലിപുരം എന്ന സ്ഥലം എവിടെയാണ്? മഹാബലിപുരം എന്ന സ്ഥലം എക്സ്ക്യൂസ് മീ, ആങ്കർ ഇവിടെ ഉണ്ട്. അപ്പൊ വീണ്ടും ഒരു പോയിന്റ് കുറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് പോയിന്റ് കുറഞ്ഞു കിട്ടിയില്ലേ? സന്തോഷം കൊണ്ട്. ഓക്കെ, വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ പിതാവ് ആരാണ്? വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ പിതാവ് ആരാണ്? വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ പിതാവ് ആരാണ്? പറയൂ. രണ്ടുപേർക്കും അറിയില്ലെന്നാണോ? ഞാൻ പറയാം. കശ്യപൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് നാളിലാണ്
പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? ലാസ്റ്റ് തിരുവോണത്തിന്. തെറ്റി. ഒരു point കുറഞ്ഞിരിക്കുകയാണ് ചേച്ചി. വായിച്ചോ? ഉത്രാടം. ഉത്രാടത്തിനാണ്. തിരുവോണത്തിന് സത്യം പറഞ്ഞ പൂക്കളം ചേച്ചി ഞാനൊരു ഞാൻ ഇതുവരെ പൂക്കളം ഇടുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നല്ല. എന്നാൽ പോലും ഞാൻ പറയാണ്, അന്ന് തുമ്പയും മാത്രം അല്ലേ, അങ്ങനെയല്ല സെറ്റ് ചെയ്യുന്നത്. തുമ്പയും ആ ഒരു എന്തോ മണ്ണിന്റെ ഒരു അതെനിക്ക് യെസ് അത് മാത്രമാണ്. ഓക്കെ, അപ്പൊ പൂക്കളം ഇടേണ്ടത് ഉത്രാടത്തിന്റെ അന്നാണ്. അപ്പൊ 5-2ലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാബലിയുടെ യഥാർത്ഥ നാമം എന്താണ്? മഹാബലിയുടെ യഥാർത്ഥ നാമം എന്താണ്? പെട്ടെന്ന് പറയൂ. മഹാബലിക്ക് അറിയോ യുവർ റിയൽ നെയിം? പുള്ളിക്കെന്നെ അറിയില്ല. ഓക്കെ, അറിയില്ല. അപ്പൊ നിങ്ങളുടെ പേര് മഹാബലി ഇന്ദ്രസേനൻ എന്നാണ്. നമ്മള് പണ്ട് തൊട്ടേ മാവേലി മാവേലി എന്ന് വിളിച്ച് പേരറിയത്തില്ല. ശരിക്കും യു ആർ ഇന്ദ്രസേനൻ. ഓക്കെ, അപ്പൊ രമി ചേച്ചി നമ്മൾ മഹാബലിക്ക് പേരിടാൻ പോവാണല്ലേ. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ എല്ലാവരും ഇത് അറിയുന്നതെന്ന് തോന്നുന്നു. വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ മഹാബലിക്ക് പേരിടാൻ പോവാണ്. രമി ചേച്ചിനെ കൊണ്ട് നമ്മൾ പേരിടൽ ചടങ്ങ് നടത്താൻ പോകും. ചെവിയിൽ വന്നിട്ട് 3 വട്ടം ഇന്ദ്രസേനൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെവിയില് തുമ്മരുത്. അങ്ങനെ രമി ചേച്ചി നമ്മുടെ മാവേലിക്ക് പേരിട്ടിരിക്കുകയാണ് ഇന്ദ്രസേനൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പിതാവും മാതാവും മുത്തച്ഛന്റെ ഒക്കെ ഒരു സെഗ്മെന്റിലോട്ട് പോവാണ്. മഹാബലിയുടെ മുത്തച്ഛൻ ആരായിരുന്നു? താങ്കളുടെ മഹാബലിയുടെ മുത്തച്ഛൻ ആരായിരുന്നു? മൈൽ സ്റ്റോൺ ഇങ്ങനെയാണ്. ഉത്തരം അറിയോ? നിങ്ങൾ കേട്ട്, നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു പുരാണ കഥകളിലെ ഒരു പേരാണ്. ക്ലൂ ഇല്ല. 2 ഓപ്ഷൻസ്. ക്ലൂ വേണ്ട. ക്ലൂ പറയാനായിട്ട് ഞാൻ പേര് ക്ലൂ ഇല്ലെന്ന് പറഞ്ഞു. ക്ലൂ വേണ്ട. ഓക്കെ, അതൊന്നും കാണിക്കാൻ പറ്റില്ല. ഉത്തരം, യുവർ മുത്തശ്ശൻ ഗ്രാൻഡ് ഫാദർ ഈസ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ കേട്ടിട്ടില്ല, ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന വള്ളംകളിയുടെ പേരെന്താണ്? ചേച്ചി എന്തിനാണ് ഇങ്ങനെ 3-4 ആൻസർ പറഞ്ഞു? കറക്റ്റ് ആണ്, ആറന്മുളയാണ്. അപ്പൊ 6-2 മാറിക്കൊണ്ടിരിക്കും. 6-2 ആണ് കേട്ടോ, 6-2. അപ്പൊ തെക്കേ ചേച്ചി കം ഡൗൺ. മുഖമൊക്കെ മാറി പോയിന്റ് കുറയുന്നു. ഓക്കെ, നെക്സ്റ്റ്. റെഡി അല്ലേ എല്ലാരും? ഇത്തിരി എളുപ്പമുള്ള ചോദ്യമാണ്, ആൻസർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഓണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നൃത്തരൂപം ആരൂതിയത്? പറഞ്ഞു. യെസ്, കറക്റ്റ് ആണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ ഒരു സെഗ്മെന്റിൽ വിജയിച്ചിരിക്കുന്നത് വടക്കേക്കര അല്ല, തെക്കേക്കര. 7-2 ആണ് ഇപ്പൊ നമ്മള് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7-2. അപ്പോ ഇങ്ങനെ ഓണ പോരാട്ടത്തിൽ നമ്മളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 7-2. അത് മാറി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ കുറഞ്ഞായിരുന്നല്ലേ? അല്ല, ഇപ്പൊ ലാസ്റ്റ് 7-2-ലാണല്ലേ മാവേലി? ഓക്കെ, അപ്പൊ 7-2. വടക്കേക്കര 2, തെക്കേക്കര 7-1. അപ്പൊ ഇതിന്റെ ഇടയിലേ നമ്മുടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നമ്മുടെ മെഹർ മാത്രം ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്.
ആള് ഭയങ്കര ഡിമ്മായിട്ട് നിക്കുക. എന്താ മോളെ എന്ത് പറ്റി? ഞാൻ പറയാം, ഒരു സൈഡ് മാത്രമേ മെഹർ കാണിക്കുള്ളൂ. അതിൽ തന്നെയുണ്ട് മെഹറിന്റെ റീസൺ. എന്താ ഗ്ലൂ? എന്താണ് പറയൂ, സീരിയസ് ആണ് ഇല്ല പറയൂ. ഇല്ല എന്റെ വീട് മൂവാറ്റുപുഴയാണ്. അപ്പൊ എനിക്ക് ഈ മാസം ഷൂട്ട്സ് ഒക്കെ കുറവായിരുന്നു. ഓക്കെ. അപ്പൊ എനിക്ക് ട്രാവൽ ചെയ്ത് വരാനൊക്കെ പാടാ. അപ്പൊ ഞാൻ ഇവിടെ ഒരു വീട് വെക്കാനുള്ള ചെറിയൊരു പ്ലാൻ ആയിരുന്നു. ഞങ്ങളൊക്കെ ദൂരാണെങ്കിൽ ഒരു വീട് റെന്റിന് എടുക്കാൻ ഹോസ്റ്റൽ നോക്കുക ചെയ്യാം. ഇവരെങ്ങനെയാന്ന് വെച്ചാല് വീടങ്ങ് വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീട് വെക്കണം. ഈ ചെറുപ്പത്തിലൊക്കെ വീട് വെച്ചാലാണ് കുറെ നാൾ ചേച്ചി കണ്ടുപിടിക്കുക. ഇപ്പോഴും വീട് വെച്ചിട്ടില്ല. അതെ, ഇപ്പോഴും വീടില്ലാണ്ട് ഇങ്ങനെ മേപ്പെട്ട് നോക്കിയിരിക്കുക. സൗമ്യ ചേച്ചി എത്ര വീടുണ്ട്? അപ്പൊ വീട് വെക്കാൻ ഞാനും പെരുമ്പാവൂരാണ് കേട്ടോ എന്റെ വീട്. ആണോ? ഹലോ, ഞങ്ങള് നാട്ടുകാരാണ്. നമ്മുടെ നാട്ടുകാരാണ്. മൂവാറ്റുപുഴയാണ് പഠിച്ചത് ഞാന്. MA കോളേജ്. അപ്പൊ അത് കഥ വീട് വെക്കണമെന്നാണ് ആഗ്രഹം. വീട് വെക്കണമെന്നാണ്. പക്ഷെ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം കയ്യിലില്ല. അതിനെന്തിനാ മെഹർ വിഷമിക്കുന്നത്? നമ്മുടെ കൂടെ ഇപ്പൊ ബൈറ്റ് ഹോംസ് ഫോർ ഇല്ലേ? ബൈറ്റ് ഹോംസ് ഫോറിലാണെങ്കിൽ ആദ്യത്തെ പകുതി പൈസ മാത്രം മെഹർ കെട്ടിയാൽ മതി. ബാക്കി പകുതി പൈസ 50 തവണകളായിട്ട് 50 മാസങ്ങളായിട്ട് അടച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് പ്ലാനും കാര്യങ്ങളും എല്ലാം ബൈറ്റ് ഹോംസ് ഫോർ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും. പിന്നെ സൈറ്റിലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ മെഹറിന് ഷൂട്ട് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എല്ലാ ദിവസവും ഒന്നും സൈറ്റിൽ പോയി നോക്കണമെന്നൊന്നുമില്ല. അവര് ഈ ആപ്പിലൂടെ നമുക്ക് ലൈവായിട്ട് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്ഡേറ്റ്സ് എല്ലാം കിട്ടും. അപ്പൊ ഇനി വീടെന്നുള്ള സ്വപ്നം ബൈറ്റ് ഹോംസ് ഫോറിലൂടെ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് നല്ല ഐഡിയ ആണല്ലോ. അപ്പൊ കേരളത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഓക്കെ. അപ്പൊ 50 തവണയായിട്ട് ഇത് പകുതി പൈസ ആദ്യം കൊടുക്കണം, ബാക്കി പകുതി 50 എവിടെയും വെക്കാം വീട്. കേരളത്തിൽ അപ്പൊ ഞാനും മാവേലി വെക്കാൻ പോവാ. പാതാളത്തിൽ സർവീസ് ഉണ്ടോ ചേച്ചി? പാതാളത്തിൽ സർവീസ് ഉണ്ടോ? അവിടെ വേണേ ചെയ്യാം. പാതാളത്തിലുണ്ടോ ബൈറ്റ് ഹോമിന്? അതെ, ഇവിടെ തന്നെ താമസിക്കാം. അപ്പൊ നമ്മുടെ ബൈറ്റ് ഫോറില് അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ മാവേലി പറഞ്ഞത് ഇവിടെ വീടില്ലാത്തതുകൊണ്ടാണ് പാതാളത്തിൽ പോകുന്നത് എന്നാണ്. വീട് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ മാവേലി ബൈറ്റ് ഹോംസ് മാവേലിക്ക് ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. ഈ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടെന്നുള്ള സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാം. അപ്പൊ ബൈറ്റ് ഹോംസ് പ്രസൻസ് നമ്മുടെ ഓണമേളം 2024 നമ്മൾ ഓണ പോരാട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. അടുത്ത സെഗ്മെന്റിലേക്ക് വിത്തൗട്ട് എനി ഫർദർ ഡിലേ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പൊ വടം വലിയാണ് അടുത്ത മത്സരം, അടുത്ത സെഗ്മെന്റ്. ഓക്കെ ഗൈസ്, അപ്പോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അവതാര പുലികളുടെ ഫ്രീ സ്റ്റൈൽ വടംവലി മത്സരം. ബെസ്റ്റ് ഓഫ് 3 ആണ്. നമ്മൾ 3 വലി നടത്തുന്നുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ റൺസ് ആണ് നമ്മൾ എടുക്കുന്നത്, പോയിന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇപ്പോ മുന്നിട്ട് നിൽക്കുന്ന നമുക്ക് എല്ലാം അറിയാം, തെക്കേക്കരയാണ്. അപ്പൊ നമ്മുടെ വടക്കേക്കരയ്ക്ക് അവസരം ഇപ്പൊ ലഭിക്കുകയാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ മാവേലി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. മാവേലി വിസിലടിക്കുമ്പോൾ നമ്മുടെ വടം വലി തുടങ്ങുകയാണ്. ഓക്കെ, റെഡി? ഒന്ന് പോട്ടെ. വലിക്കരുത്, ഫ്രീ ആയിട്ട് നിൽക്കുക. എല്ലാവരും ഫ്രീ ആയിട്ട് നിൽക്കുക. ഓക്കെ, റെഡി? അങ്ങനെ നമ്മുടെ വടക്കേക്കര വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത വലിയിലേക്ക് പോവാണ്. ഓക്കെ, റെഡി? അപ്പൊ 2 കളിയിലും 2 വലിയിലും വടക്കേക്കര തന്നെ വിജയിച്ചിരുന്നു. അപ്പോ വടംവലി നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ബെസ്റ്റ് ഓഫ് 3 ആന്ന് പറഞ്ഞു. പക്ഷെ ബെസ്റ്റ് ഓഫ് 3 എന്ന് പറയേണ്ട അവസരം നമുക്ക് വന്നില്ല. 2 വലിയിൽ തന്നെ നമ്മുടെ ഇവിടെ ഒരു മ്ലേച്ഛത, പുച്ഛമൊക്കെ നമുക്ക് അത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല.
കലാബലം കൊണ്ട് കലാബോധമില്ല, കായിക ബോധം ഓക്കെ ഒരു റൗണ്ടും കൂടി ഉണ്ടല്ലോ കളികൾ നമ്മൾ അവസാനം ഒരു റൗണ്ട് കൂടി ഉണ്ടല്ലോ. അപ്പൊ ഗൈസ് വടക്കേക്കര കാണാം നമുക്ക് 14 പോയിന്റ്സോട് കൂടെ ആൻഡ് 11 പോയിന്റ്സോട് കൂടെ തെക്കേക്കര. ഒരു പോയിന്റ് പോയെന്ന് സിംഹ എന്ന് ശാരിക. അപ്പൊ നമ്മള് ഇനി അടുത്തത് പോവാണ്. ഇനിയുണ്ട് മത്സരം കേട്ടോ. നിങ്ങൾ തോറ്റെന്ന് വിചാരിക്കരുത്. മാവേലി ഒന്ന് അവരെ ചേർപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോവാം. ഉറിയടി. ഉറിയടിയിലേക്ക് പോവാണ്. ഉറി അവിടെ റെഡിയാണ്. കമോൺ. അപ്പോ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കാണ്. എല്ലാരും ടയർഡാണോ? ഒരാൾക്ക് ഇരുന്ന് അപ്പൊ ഇനി ഉറിയടിക്കുള്ള ഊർജം ബാക്കിയുണ്ടെന്ന് കരുതി നമ്മൾ ഉറിയടി സെഗ്മെന്റിലേക്ക് പോവാണ്. ഉറി ഇങ്ങനെ പൊങ്ങിയും താണും ഇരിക്കാണ്. ഓക്കെ, റെഡിയല്ലേ? അപ്പൊ നിങ്ങളുടെ ടീമിൽ നിന്ന് നമ്മുടെ വടക്കേക്കരയിൽ നിന്ന് ആരാണ് വരുന്നത്? ഞങ്ങളിൽ എല്ലാരും ചെറിയ അതൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ടീമിന് കഥയിൽ ചോദ്യം ഇല്ല. ഓക്കെ, നമ്മളുടെ ടീമാണ്. ടീമിൽ നിന്ന് ആർക്ക് ആരെ വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്കൊരു ഓപ്ഷനും ഇല്ല, മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, ഇനി ടീമിൽ സൗമ്യക്ക് നന്നായിട്ട് സിനിമകളെല്ലാം അറിയാമായിരുന്നു. ഞങ്ങൾക്ക് അതിനകത്ത് ഞങ്ങളെ തോൽവി ഏറ്റെടുത്തു. അതുപോലെ അത് ബുദ്ധി, ഓർമ്മ, ചിന്ത, ടാലന്റ് ആണെങ്കിൽ ഇവിടെ ഇനി തെക്കേക്കരയിൽ നിന്ന് ആരാണ് വരുന്നത്? അപ്പൊ തെക്കേക്കരയിൽ നിന്ന് മെഹറും വടക്കേക്കരയിൽ നിന്ന് ശിവജിത്തും. ഓക്കെ, അപ്പോ ഇതില് ചില ഇൻസ്ട്രക്ഷൻസ് കൂടെ നമ്മൾ തരുവാണ്. 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. അപ്പോ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എല്ലാവരും ഫോളോ ചെയ്യണം. റെഡി അല്ലേ? അപ്പൊ ഉറിയടി. അപ്പോ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. ആര് വേണമെന്ന് ചൂസ് ചെയ്യാം. വടക്കേക്കര പോട്ടെ. ഓക്കെ, എന്നാ വടക്കേക്കര. അപ്പോ വടക്കേക്കരയിൽ നിന്ന് ശിവജിത്ത് എത്തിയിരിക്കുകയാണ്. ഒരു കൈയടി കണ്ണ് കെട്ടാതെയുള്ള ഉറിയടിയാണ്. ഓക്കെ, അപ്പൊ കണ്ണ് കെട്ടാതെയുള്ള ഉറിയടിയാണ്. ഓക്കെ, മത്സരം തുടങ്ങാണ്. വിസിലടിക്കുമ്പോഴാണ് മത്സരം തുടങ്ങുക. ഓക്കെ, അപ്പൊ ഓക്കെ, റെഡി? 1 2 3. ഉറി പൊട്ടിയില്ല, വടി പൊട്ടിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഉറിക്ക് പകരം വടി ഒടിയുന്ന ഉറി. അപ്പൊ ഉറിയടിയുടെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് തെക്കേക്കര. തെക്കേക്കരയിൽ നിന്ന് മെഹറാണ് അടുത്തായിട്ട് ഉറിയടിക്ക് കണ്ണ് കെട്ടാത്ത ഉറിയടിക്ക് വേണ്ടി മാവേലി വിസിലടിക്കാൻ പോവാണ്. ഓക്കെ, 2 3. കൈ അടിച്ച്
വടക്കേക്കരയിൽ നിന്നും തെക്കേക്കരയിൽ നിന്നും ഓരോരുത്തരാണ് ഉറിയടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്തിയിരിക്കുന്നത് ബിൽറ്റ. തെക്കേക്കരയിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. തെക്കേക്കരയിൽ നിന്ന് ജസ്ന. ജസ്ന ഉറിയടിക്ക് എത്തിയിരിക്കുകയാണ്. യെസ് ഗൈസ്, അപ്പൊ ഈ വാശിയേറിയ ഓണ പോരാട്ടം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ലാസ്റ്റത്തെ ഉറിയടി മത്സരത്തോടു കൂടെ. അപ്പൊ ഉറിയടി മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് തെക്കേക്കര. 16 പോയിന്റോട് കൂടിയാണ് തെക്കേക്കര വിജയിച്ചിരിക്കുന്നത്. ടോട്ടൽ എല്ലാ സെഗ്മെന്റും അവസാനിക്കുമ്പോ 16 പോയിന്റോട് കൂടെ തെക്കേക്കര മുന്നിലെത്തിയിരിക്കുകയാണ്. 14 പോയിന്റോട് കൂടെ അപ്പൊ ഈ മാല ഇത് എനിക്ക് അണിയാനുള്ള മാലയല്ല. അപ്പൊ ഈ ഓണ പോരാട്ടത്തിൽ വിജയിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട്, വിജയിച്ച ഗ്രൂപ്പിന് വേണ്ടിയിട്ട് തോറ്റ ഗ്രൂപ്പ്, അതായത് വടക്കേക്കര നമ്മള് 8 പേരടങ്ങുന്ന നിങ്ങൾ ആങ്കർ എന്താ പറയാ ആങ്കർ പുലികൾ അവതരിപ്പിച്ച ഈ ഒരു ഓണ പോരാട്ട മത്സരത്തില് 4 പേരായി തിരിഞ്ഞ് 2 ടീം. മാവേലിയുടെ ചാൻസ് അല്ല, ഓരോരോ മാലയായിട്ട് ആ ഇന്നലെ രമ്യ ചേച്ചി സൗമ്യ ചേച്ചിക്ക് കൊടുക്കാണ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് മാല നമ്മൾ കൊടുക്കാണ് സൗമ്യ ചേച്ചിക്ക്. അടുത്തത് സ്വീറ്റി ഷാരികയ്ക്കാണ് മാല അണിക്കുന്നത്. നെക്സ്റ്റ് ബിൽറ്റ ജസ്നയ്ക്ക് മാല അണിക്കാൻ പോവാണ്. അടുത്തതായി അവസാനമായി അപ്പൊ അവസാനത്തെ മാലയിൽ ചടങ്ങ് നടക്കുന്നത്. ശിവജിത്ത് നമ്മുടെ മെഹറിനാണ് മാല ഇടിക്കുന്നത്. ഇതെന്താണ് കല്യാണം? അപ്പോ നമ്മുടെ 8 അവതാര പുലികളുടെ ഓണ പോരാട്ട മത്സരത്തിന്റെ കലാശക്കൊട്ടിലേക്ക് ഉറി അടിയോടുകൂടെ നമ്മൾ കലാശക്കൊട്ടിലെത്തി ഇത് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ആ ആർപ്പോ വിളിയോടുകൂടെ നമ്മൾ ഇതിനൊരു കലാശക്കൊട്ട് കൊടുക്കുകയാണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ആർപ്പോ നമ്മുടെ ജയിച്ച ടീം അടുത്ത ടീം റെഡി. അപ്പൊ മാവേലി ഒന്ന് വിസിൽ അടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, റെഡി? 1 2 3